ദിവസം നേരത്തെ വരണം, എന്നാലാണ് ഞാൻ വെയിറ്റ് ചെയ്യണതിന് കാര്യമുള്ളൂ. നേരത്തെ വന്ന് ഒരു 2 മണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. പറയട്ടാ, 2 മണിക്കൂർ ഡെയിലി വർക്കൗട്ട് ചെയ്യണം. കുറച്ചും കൂടി കുറക്കണം ബോഡി മസലൊക്കെയാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന മാരകമായ ലഹരി ഉപയോഗം അത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയാണെന്ന് കേട്ടല്ലോ. അതിനെതിരെ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. അതും നമ്മുടെ ജിംനേഷ്യവുമായി വല്ല ബന്ധങ്ങളുണ്ടോ സലീം ഖാൻ? ജിമ്മുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ജിമ്മിലൊക്കെ പിള്ളേർ ജിമ്മ് പോലെയുള്ള കായിക സ്കൂളുകളിൽ പിള്ളേർ ചെറുപ്പം മുതലേ ചേർന്ന് കഴിഞ്ഞാൽ അത്തരക്കാർ ഇതിൽ വന്ന് പെടില്ല. കാരണം അവരവരുടെ ശരീരത്തിനോടായിരിക്കും സ്നേഹം കൂടുതൽ. ശരീരത്തെ സ്നേഹിക്കുന്നവരൊരിക്കലും വേറൊരാളെ ഉപദ്രവിക്കില്ല. അതാണ് ജിമ്മിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. കാരണം അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അവരുടെ ജോലി, അല്ലെങ്കിൽ അവരുടെ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിൽ ജിംനേഷ്യങ്ങളിലേക്ക് വരും. ചില ആളുകൾ തെറ്റ് ചെയ്തെന്ന് വിചാരിച്ച് മൊത്തത്തിൽ നമ്മളങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തെറ്റും ശരിയും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് മേഖലയിലും ചില വൃത്തികെട്ട സ്വഭാവമുള്ളവരുണ്ടാവും. അത് നമ്മളെ നുള്ളിക്കളയാൻ പറ്റും. പക്ഷേ ഇതിൽ ജിമ്മിൽ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മൈൻഡ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറും. പിന്നെ ഈ പേരൻസിനോട് എനിക്ക് പറയാനുള്ള എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ, നമ്മുടെ മക്കൾ, അതായത് ആണായാലും പെണ്ണായാലും, അച്ഛനും അമ്മയായിരിക്കണം അവരുടെ സുഹൃത്തുക്കൾ. അവർ പഠിക്കാൻ പോയാലോ അല്ലെങ്കിൽ അവർ പോയി വന്നാലോ അവരെന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് നമ്മളെ കൊടുത്തു വിടുന്നതിൽ നിന്ന് നിങ്ങളെന്താ വൈകിയത്, നമ്മൾ ട്യൂഷന് പോയാലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ വിട്ടാലോ കോളേജിൽ വിട്ടാലോ പേരൻസ് എപ്പോഴും അവരെ ശ്രദ്ധിക്കണം. അതേമാതിരി നമ്മൾക്ക് രഹസ്യം ഉണ്ടാവരുത്, എന്നാലാണ് അവരുടെ രഹസ്യം ഇല്ലാതിരിക്കുള്ളൂ. നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നമ്മൾ ഫാമിലിയായിട്ട് കയറി പോകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പറയണം, നമ്മുടെ പേഴ്സണൽ പൈസ കുറവുണ്ട്, നമ്മൾ ഇന്നെ മാതിരി ആയിരിക്കണം എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പിള്ളേർക്ക് ക്ലാസ് അല്ലെങ്കിൽ വൈഫിന് ക്ലാസ് കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ അവർക്ക് അതൊരു ധാരണയുണ്ടാകും. ഇത് പല പേരൻസിൻ്റെ പ്രശ്നം, മക്കളെയും ഭാര്യമാരെയും ഒന്നും നമ്മുടെ കഷ്ടപ്പാട് അറിയിക്കില്ല. അപ്പോൾ അവർ വിചാരിക്കും നമ്മൾ ജാടയിൽ നടക്കുമ്പോൾ ഇഷ്ടം പോലെ പൈസയുണ്ട്, പപ്പയുടെ കയ്യിൽ, ഡാഡിയുടെ കയ്യിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ വാപ്പാടെ കയ്യിൽ, അല്ലെങ്കിൽ അപ്പൻ്റെ കയ്യിൽ പൈസയുണ്ട്, അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്നുള്ളൊരു ധാരണ ചെറുപ്പം മുതലേ പേരൻസ് ഉണ്ടാകുക. അത് മാറ്റിയിട്ട് നമ്മുടെ ഇല്ലായ്മ, നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ പേഴ്സിലുള്ള പൈസ, ഇതെല്ലാം പിള്ളേരും ഭാര്യമാരുമായിട്ട് നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അപ്പോഴാണ് അവർ ചെറുപ്പം മുതലേ വഴി വഴക്കാതെ പോകുള്ളൂ. അപ്പോൾ അവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മളായിരിക്കണം അവരുടെയും സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അതാണ് പേരൻസിനോട് പറയാനുള്ളത്. നമ്മുടെയൊക്കെ പണ്ടത്തെ കാരണന്മാർക്കൊന്നും അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ ഒരുപാട് അസുഖങ്ങൾക്ക് വരുന്നുണ്ടല്ലോ. പക്ഷെ അതും നമുക്കും എന്താണ് ഭക്ഷണ രീതിയാണോ, എന്താണ്, എങ്ങനെയാണോ അതിൻ്റെ? അല്ല, അത് ഇത് ക്വസ്റ്റ്യൻ തന്നെ അത് സിമ്പിളാണ് അതിൻ്റെ ഉത്തരം പറയല്. കാരണം പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ കിലോമീറ്ററുകളോളം നടന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകളിലോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിലോ എത്തുള്ളൂ. ഇന്നത്തെ സിറ്റുവേഷനിൽ നടത്തില്ലല്ലോ. വീട്ടിൽ പിള്ളേരെ നേരെ സ്കൂൾ ബസ്സിൽ വിടും, അവിടെ പഠിത്തം കഴിഞ്ഞാൽ സ്കൂൾ ബസ്സിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കും. പിന്നെ വീട്ടിൽ കളിക്കാൻ സ്ഥലമില്ല, മൊത്തം ഫ്ലാറ്റ് ജീവിതമായി. മുറ്റത്ത് കളിയില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ അയൽവാസികളായിട്ട് ബന്ധമില്ല, ഇതൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനാണ് നമ്മളെല്ലാവരും, സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ കുട്ടികളിലും ചിൽഡ്രൻസ് എല്ലാവരും സ്പോർട്സുമായി ബന്ധപ്പെട്ട് ജിംനേഷ്യം പോലുള്ള സ്ഥാപനങ്ങളിൽ വിടണം. 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾക്ക് വേണ്ടി അവരവർ വർക്കൗട്ട് ചെയ്യണം. അപ്പോഴാണ് അസുഖങ്ങളിൽ നിന്ന് മോചനം. കാരണം ഇപ്പോൾ പുരുഷന്മാരെക്കാട്ടും കൂടുതൽ സ്ത്രീകളാണ് ഇതുപോലെ ജിംനേഷ്യങ്ങളിലൊക്കെ പോണത് കാണാറുണ്ട് നമ്മൾ. അതെ, ഇപ്പൊ സ്ത്രീകൾക്ക് അതിനുള്ളൊരു സൗകര്യം വന്ന് ഒരു ജിമ്മിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു നാണംകേട് വരികയായിരുന്നു. അപ്പൊ അതൊക്കെ മാറി. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിരൽത്തുമ്പിലല്ലേ എല്ലാ കാര്യങ്ങളും, വേൾഡിലുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു സഭാകമ്പം ഇപ്പോൾ സ്ത്രീകൾക്കില്ല. അവർ നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ജോലിയുണ്ട്. അപ്പോൾ അവരും ഇത് ചെയ്താലാണ്, അസുഖം ഇല്ലെങ്കിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് സ്ത്രീയും പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീകൾ ജിമ്മിൽ വരുന്നത്. നമ്മളൊക്കെ എല്ലാവരും ജിമ്മൊക്കെ തുടങ്ങുന്നത് സാധാരണ ടൗണിലൊക്കെയാണ്. ഇതിനൊരു വ്യത്യസ്തമായി നമ്മളിവിടെ കണ്ടത്, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഈ അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജി വരാറുണ്ട്. പക്ഷേ ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ജിമ്മ് തുടങ്ങാൻ എന്താണ് കാരണം? നമുക്ക് ശരിക്കും ഇത് ടൗണിൽ തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാവും. അത് എൻ്റെ ഒരു ചെറുപ്പം പോലുള്ളൊരു ഡ്രീംസാണത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ജിമ്മ് വേണം. ആദ്യം ഞാൻ ശ്രീമൂലത്തായിരുന്നു ആദ്യം താമസിച്ചത്. അവിടെ വീടിനോട് ചേർന്ന് തന്നെ ജിമ്മുണ്ടായിരുന്നു. പക്ഷേ ഇത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്, മുകളിൽ ജിമ്മും താഴെ താമസവും. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചുറ്റും മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച്, പ്രത്യേകിച്ച് ഒരു നല്ലൊരു വായു സഞ്ചാരം ഉണ്ടാകുന്ന, ശരിക്കും ഒരു ആരോഗ്യം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി മാതിരി തന്നെ നമ്മളൊരു
ഹോസ്പിറ്റലുമായിട്ട് തന്നെ ആണ് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. എല്ലാവർക്കും വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി കിട്ടും. കാരണം മറ്റ് ശുദ്ധവായു ശ്വസിക്കുക, നല്ല വെള്ളം. ഇവിടെ പ്രത്യേകത, ഇവിടെ ജിമ്മിൽ വരുന്നവർ ഇവിടുത്തെ കിണറിലെ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് വാട്ടർ ഉപയോഗിക്കാറില്ല. ഒരു സന്തോഷമാണ്. അതും ഒരു ഈ ചാരിറ്റിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ നമ്മളൊക്കെ ജിമ്മിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ ഓവർ വെയിറ്റ് ഇട്ട് നമുക്ക് ചെയ്താലാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ്. പക്ഷെ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കാരണം എക്സ്പീരിയൻസ് ഞാൻ ആദ്യം മുതലേ നമ്മളെ ഈ കോമ്പറ്റീഷനിൽ പിള്ളേരെ പങ്കെടുപ്പിക്കാറില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ പിള്ളേരുടെ അടുത്ത് പറയും, നമുക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് എപ്പോഴും രാവിലെ ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് കോളേജിൽ പോകുമ്പോഴോ ബോഡി ഫിറ്റായിട്ടിരിക്കാനായിട്ട് സ്വന്തം ഹെൽപ്പില്ലാതെ നമുക്ക് പറ്റുന്ന വെയിറ്റ് എടുത്താൽ മതി. ലൈറ്റ് വെയിറ്റ് ട്രെയിനിങ് ആണ് എപ്പോഴും നമുക്ക് നല്ലത്. അതായത് ഈ ഹെവി വെയിറ്റ് എടുത്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും കവളൊട്ടും. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ജിംനേഷ്യം കേരള മിസ്റ്റർ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ കവളൊട്ടിയിരിക്കും, കണ്ണ് കുഴിഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഒരു സൗന്ദര്യം, ഒരു ബോഡിക്ക് ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, ഭയങ്കര മസിൽ പവർ അല്ല, എന്നാൽ നമ്മളെ ഫിറ്റ്നസ് ആയിരിക്കും. അതിൽ ലൈറ്റ് വെയിറ്റും നന്നായിട്ട് എയറോബിക്സ് എക്സസൈസും ഇത് റെഗുലറായിട്ട് ചെയ്താലാണ് എപ്പോഴും ഒരേമാതിരി ആ യൗവനം നിലനിർത്താൻ പറ്റുള്ളൂ. നമ്മുടെ സ്കിൻ ടോണൊക്കെ എപ്പോഴും ഒരു അഴകുണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു 40-45 വയസ്സൊക്കെ ആകുമ്പോൾ സ്കിന്നൊക്കെ കവളൊക്കെ ചുളുങ്ങും, ഈ ഭാഗം താഴോട്ട് ചാടും, ഇവിടെ ചാടും. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ള എൻ്റെ ഈ പ്രായത്തിൽ ഞാനിത് കറക്റ്റായിട്ട് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു തന്ന അതേമാതിരി ഫോളോഅപ്പ് ചെയ്യുന്നവരുണ്ട്. എനിക്കതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവം, ഇതാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് ഫോളോഅപ്പ് ചെയ്താൽ ഇതിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഇതുവരെ നമ്മളുടെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാനുള്ളത്. പിന്നെ ഉറക്കം നിർബന്ധമായിട്ട് ഒരു 7 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. ഒരാൾ 7 മണിക്കൂർ ഉറങ്ങണം. അത്യാവശ്യം വെള്ളം കുടിക്കണം. അത് മാക്സിമം ബോട്ടിലൊക്കെ ഒഴിവാക്കി വീട്ടിലെ വെള്ളം കുടിക്കാതെ, എല്ലാവർക്കും സൗകര്യം കിട്ടിയെന്നില്ലെങ്കിലും വെള്ളം ചൂടാക്കാതെ കുടിച്ച് കുറേശ്ശെ കുടിച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഭക്ഷണത്തിൽ ക്രമീകരണം ഇതൊക്കെ കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് കിട്ടുന്ന ആയുസ്സിൽ എപ്പോഴും യങ്ങായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ സലീംക്ക, നമ്മുടെ ഇത് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാമാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇനിയും നിങ്ങളുടെയൊക്കെ ഇതുപോലത്തെ ശിഷ്യന്മാർക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് ഇവിടുത്തെ ഈ ജിമ്മിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിപൊളി, സലീമൊക്കെ അടിപൊളി, നല്ല ട്രെയിനറാണ്. നമുക്ക് ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. ഓവറായിട്ട് വേണ്ട, ഓവറായിട്ട് ചെയ്യിപ്പിക്കുമില്ല, എല്ലാം കറക്റ്റ് പക്കയായിട്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ഹാപ്പിയാണ് ഞങ്ങളിവിടെ. പിന്നെ എന്താണ് പറയാനുള്ളത്? തിരിച്ച് പറയാനായിട്ട് നമ്മളൊരു ചെറുപ്പം മുതൽ വന്നു തുടങ്ങിയതാണ് ജിമ്മിൽ. ഓവറായിട്ട് വെയിറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ശരീരം സംരക്ഷിക്കാനുള്ള ട്രെയിനിങ് കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ ഒരു നല്ലൊരു ട്രെയിനറാണ്. ഒക്കെ കൃത്യമായിട്ട് നമ്മൾ ആദ്യം മുതൽ വരുന്നതാണ്. ഒക്കെ പണ്ട് മുതൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണതിൽ എന്തെങ്കിലും ഫൗൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു തരും. കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരും. അങ്ങനെയാണ് ഇപ്പോൾ ഇതുവരെ പോയിട്ടുള്ളത്. ആൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് കാലത്തായാലും വൈകുന്നേരം ആൾ ഇപ്പോഴും ഇവിടെ ഉണ്ടാവും. നമ്മുടെ മെഷീനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാധുനിക രീതിയിലുള്ള എല്ലാ മെഷീൻസും ഇവിടെ ഉണ്ട്. നമ്മൾ പോയേക്കണം പല ജിമ്മിലൊക്കെ നമ്മൾ ഇതിലെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാ മെഷീനും അതിനേക്കാൾ കൂടുതലുള്ള മെഷീൻസാണ് ഇപ്പോൾ നിലവിലൂടെ ഉള്ളത്. മറ്റുള്ള സ്ഥലത്തും പല സ്ഥലത്തും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിൽക്കേണ്ട അവസ്ഥയും അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം എല്ലാ മെഷീൻസും നമ്പർ കൂടുതലായിട്ട് എല്ലാ ജിമ്മിലും വരാം. അപ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടി കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനും അപ്പോൾ ഇനിയും കട ഒരു ലൈഫ് സ്റ്റൈൽ ഇനിയും എല്ലാവരും കണ്ടുപഠിക്കട്ടെ. കാരണം ഇത്തരം ഈ വയസ്സിലും ആളെ കണ്ട് നിങ്ങൾ പഠിക്കണം. കാരണം നമുക്ക് എവിടെയെങ്കിലൊക്കെ ചെന്ന് നമുക്ക് ഉച്ചാറോടുകൂടി നിൽക്കാനായിട്ട് ആളുടെ ആ ഒരു എനർജിയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇതേമാതിരി ഒരു എനർജി നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം തരേം, നമ്മൾക്ക് നല്ലൊരു ആരോഗ്യത്തെ തരാൻ ചെയ്ത സർവ്വശക്തനെ സ്തുതി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും എക്സസൈസ് ഒരു ശീലമാക്കണം, അസുഖങ്ങൾ മാറ്റണം, ആ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ബാബാപുരം മൾട്ടി ജിം. ഓക്കെ.